ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒരു ദിവസം മരിക്കുമല്ലേ? പക്ഷെ എന്നാൽ ആ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ കുറച്ചു പേർക്കെങ്കിലും താല്പര്യമുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ മരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് തന്നെ ഒരു പുനർജന്മത്തിന് വേണ്ടിയാണോ? ഇല്ലെങ്കിൽ അതിനും പുറമെയോ ചിലവരുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ ആത്മാക്കൾ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാക്കൾ ഈ ഭൂമിയിലെങ്ങും പറന്നു നടക്കുമെന്ന്. എന്നാൽ ഇതിനുള്ള എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ജീവനുള്ള ഏതൊരു വ്യക്തിയും ഭൂമിയിൽ ജനിക്കുന്നത് മുതൽ അവന്റെ നിഴൽ പോലെ അവന്റെ കൂടെയുള്ളതാണ് മരണം. മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിന് പല ഗവേഷകർക്കും പല ഉത്തരങ്ങളാണ് നൽകാനുള്ളത്. എന്നാൽ പഴമക്കാർക്കെല്ലാവർക്കും പല വിശ്വാസങ്ങളുടെ പുറത്തും മരണാനന്തര ജീവിതം ഇതുപോലെ ആകാം എന്നുള്ള സങ്കല്പങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സ്പിരിറ്റ് എന്നത് മനുഷ്യരിൽ മാത്രം കാണുന്ന ഒന്നാണ്. എന്നാൽ മൃഗങ്ങളിൽ ഇതൊന്നുമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മരണശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നറിയണം. മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവരുടെ ബോധമനസ്സ്. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ബോധമനസ്സെന്ന് പറയുന്നത്. തലച്ചോറിലെ സെറിബ്രത്തിൽ നിന്നുമാണ് ഇത് വരുന്നത്. തലച്ചോറിലുണ്ടാകുന്ന വൈദ്യുതി തരംഗങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത്. ഒരു യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിനുമുള്ളത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ തലച്ചോറിന് കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന വൈദ്യുതി തരംഗങ്ങൾ ഇല്ലാതെയാകുന്നു. അതിന്റെ ഫലമായി നമ്മുടെ തലച്ചോറിന്റെ കൺട്രോൾ പാനൽ ഓഫ് ആകുന്നു. അങ്ങനെ നമ്മുടെ ശരീരം മൊത്തം ഷട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. മരണങ്ങൾ എപ്പോഴും രണ്ട് തരത്തിലാണുള്ളത്: ക്ലിനിക്കൽ ഡെത്ത്, ബ്രെയിൻ ഡെത്ത്. ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ശരീരത്തിന്റെ പല ഭാഗങ്ങളും നിശ്ചലാവസ്ഥയിലായെങ്കിലും ബ്രെയിൻ വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായത്തോടെയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയും അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അത് അസാധ്യമാണ്. പിന്നെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അത് അസാധ്യമാണ്. ശരീരത്തിലെ മുഴുവൻ വൈദ്യുതി തരംഗങ്ങളും നിലയ്ക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ശരീരം മുഴുവൻ മരണത്തിന് കീഴടങ്ങുകയാണ്. നമ്മുടെ മരണശേഷം ശരീരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കകം ഒരു ദുർഗന്ധം പുറപ്പെടുവിക്കാൻ തുടങ്ങും. ആ ദുർഗന്ധത്തിലൂടെ പുഴുക്കളും ബാക്ടീരിയകളും വന്ന് നമ്മുടെ ശരീരത്തെ പൊതിയുന്നു. അതങ്ങനെ തന്മാത്രകളായി മാറി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും തന്മാത്രകളായി മാറുകയാണ് ഉണ്ടാവുന്നത്. മരണശേഷം നമ്മൾ ഓരോരുത്തരും തന്മാത്രകളായി മാറുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.